ഹലോ ഗൈസ്, ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ. ഒരുപാട് നാളായി കണ്ടിട്ടല്ലേ. അടുത്തോടെ വഞ്ചിയൊക്കെ പോകുന്നുണ്ട്. ഇതെവിടെയാണ് ഇരിക്കുന്നതെന്നറിയോ? കേരളത്തിൽ കോട്ടയത്തിൽ കുമരകം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ബഹ്റിനിൽ വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ ബഹ്റിനിലെത്തിയിട്ട് 2 ആഴ്ചയായി. അതിന് തൊട്ട് മുമ്പ് ഒന്ന് കുമരകം പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഒരു പാർട്ടിയും കൊണ്ട് ചെറിയൊരു സ്ഥലക്കച്ചവടമായിട്ട് ഇറങ്ങിയതാണ്. സംഭവം കച്ചവടം ആയില്ല. സംഭവം അയാൾ പറഞ്ഞ വിലയൊക്കെ ആയിട്ട് ഒന്നും സെറ്റായില്ല. അതുകൊണ്ട് കച്ചവടം ആയില്ല. എനിവേ, നമുക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ക്ലയൻറ്റും ആൾക്കാരൊക്കെ വരുന്ന വണ്ടി കയറാനുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യിക്കലാണ്. ഞങ്ങൾ ഏകദേശം ഇന്നലെ എത്തിയതാണ്. അവരൊക്കെ മറ്റേ ഹൗസ് ബോട്ടിലാണ്. 2 ഹൗസ് ബോട്ട് നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഹൗസ് ബോട്ടിലല്ലായിരുന്നു, ഞാൻ പുറത്ത് എൻ്റെ കാറിലായിരുന്നു. അവരൊക്കെ ഹൗസ് ബോട്ടിൽ കിടന്നു. ഞാൻ തിരിച്ച് വന്നപ്പോൾ ഇപ്പോൾ ഈ സ്ഥലം കാണാൻ പോകാനൊക്കെ ആയിട്ട് എടുത്തിട്ടൊരു റെൻ്റ് ബോട്ടാണത്. ഇതിന് വേറൊരു പേരോടും പറയും, എന്തോ അത് എന്താണെന്നറിയില്ല. ഈ ബോട്ടുകൾക്ക് എന്തൊരു പേരോടും പറയും. അവരൊക്കെ കിടന്ന ഹൗസ് ബോട്ടിലാണ് കേട്ടോ. അവരിപ്പോൾ ഹൗസ് ബോട്ടിൽ സമയം കഴിഞ്ഞപ്പോൾ ഒരു 11 മണിയാകുമ്പോഴേക്കും എത്തും. ഏകദേശം 10-10:15 ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇതുമ്പോൾ നിന്നൊരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഈ പോകുന്ന വഞ്ചിയൊക്കെ ഈ മത്സരത്തിന് ഓടിക്കുന്നതുണ്ട്. ഈ വള്ളംകളി മത്സരമൊക്കെ ഉണ്ടല്ലോ, ആ സാധനത്തിന് ഓടിക്കുന്ന സംഭവമാണ്. ഇപ്പോൾ നമ്മളിതിനകത്ത് ഇതായിട്ട് വന്ന എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലക്കച്ചവടവും ഇടപാടായിട്ട് വന്നതാണ്. ഒരു 10 ഏക്കർ ഭൂമി, 2 പേരുടെ പേരിലുള്ള ഒരു 10 ഏക്കർ ഭൂമി. ആ ബോട്ടിൻ്റെ വലിപ്പം നോക്കി കഴിഞ്ഞാൽ മതി. ആ പടിമയൊക്കെ ഈ 2 പേര് അവിടെ ഇരുന്ന് നിന്ന് തുഴയിലായിരിക്കും. തുഴയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപ്പം. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര മ്യൂസിക് നടക്കുന്നുണ്ട്. ഈ വള്ളംകളിയുടെ പോലത്തെ പ്രത്യേകതരം ഒരു നാടൻ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഓടുന്നുണ്ട്. ഞാനത് വയ്ക്കാത്തതാട്ടോ. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെ എൻ്റെ സൗണ്ടും കേൾക്കില്ല, അതിനകത്തുള്ളതൊന്നും കേൾക്കില്ല, ഒന്നും കേൾക്കില്ല. വീഡിയോ ഇത്തിരി ലെങ്ത്തായിരിക്കും. ഫ്രീ ആയവരോട് മാത്രം കണ്ടാൽ മതി. വീഡിയോ ഇത്തിരി ലെങ്ത്തായിരിക്കും. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ് ഞാൻ പറഞ്ഞ ബോട്ട്. ഇതൊക്കെ തമിഴ്നാടെല്ലാം കണ്ടിട്ടുള്ളൂ. എനിവേ, ഇത് കോട്ടയത്ത് കുമരകം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഈ പറഞ്ഞ സ്ഥലം നിങ്ങളങ്ങനെ വിചാരിക്കണ പോലെയുള്ളൊരു സ്ഥലമല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ ബോട്ടിങ്ങിനെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കായൽ നിറച്ച ഹൗസ് ബോട്ടായിരിക്കും. ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയേ തീരില്ല. 200 ഉണ്ട്. അത് വഴിയിൽ കാണാം. ഇപ്പോൾ ഈ സ്ഥലക്കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇപ്പോൾ ഡയറക്റ്റ് പാർട്ടിയായിട്ടുള്ള പരിചയമുള്ളൂ കേട്ടോ. നമുക്ക് ഇനി ഇതിനകത്ത് വേറെ ബ്രോക്കർമാരോ ആൾക്കാരോ ആരൊന്നുമില്ല. ഡയറക്റ്റ് പാർട്ടിയായിട്ടുള്ള പരിപാടിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് റണ്ണിങ്ങിൽ കാണാം. അപ്പോൾ അവരും കൂടിയും ഇതിപ്പോൾ എത്തും. അവരോട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണാം. ചിലപ്പോൾ അവർ ഹൗസ് ബോട്ടിലായിരിക്കും തന്നെ, ആ ഏരിയയ്ക്ക് ഹൗസ് ബോട്ട് പോവും. ചിലപ്പോൾ ഈ ബ്രോക്കർമാരും സെറ്റപ്പുകളൊക്കെ ആയിരിക്കും ഇതിൽ വരണേ. ഞാനീ പറഞ്ഞ സെറ്റപ്പിനകത്ത് ബ്രോക്കർമാരും ആരും ഇല്ല കേട്ടോ. ഡയറക്റ്റ് പാർട്ടിയാണ്. ഡയറക്റ്റ് പാർട്ടിയായിട്ടുള്ള പരിപാടിയുള്ളൂ. അത് 2 പേരുടെ പേരിലുള്ള സ്ഥലം കിടക്കുന്നത്. ഒരു ചേട്ടൻ്റെ അനിയൻ്റെ. ഒരാളുടെ പേരിൽ ഒരു 6 ഏക്കറുണ്ട്, ഒരാളുടെ പേരിൽ ഒരു 4 ഏക്കറുണ്ട്. അത് 4 ആയിട്ടും കൊടുക്കും, 6 ആയിട്ടും കൊടുക്കും. അല്ലാതെ വേറെ കട്ടിങ്ങോ ഷേവിങ്ങോ ഒന്നും ഇതിൻ്റെ ഇടയിലില്ലേ. ഓക്കെ, അപ്പോൾ അതിനകത്ത് സ്ഥലത്തിന് ഒരു വില പറഞ്ഞത് 2,000 രൂപയാണ്. നമുക്ക് 2 രൂപയ്ക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു സെൻറ്റിന്. ഓക്കെ, റിസോർട്ടിന് പറ്റിയ സ്ഥലമാണ്. ഭൂമിക്ക് ആധാരത്തിലൊക്കെ നികത്ത് ഭൂമി നട്ടേക്കുന്നത്. അത് ഈ കായലിനോട് ചേർന്നതും ഈ ഐലൻഡിനൊക്കെ നികത്ത് ഭൂമി നടാം. ഓക്കെ, നികത്ത് ഭൂമി അല്ലാണ്ട് ഈ പട്ടയമില്ലാണ്ട് കിടക്കുന്ന വേറെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വളച്ച് കെട്ടാന്നൊക്കെ അവർ പറയണമെന്നുണ്ട്. എന്താ അതിൻ്റെ സിസ്റ്റം എന്നുള്ളത് എനിക്ക് അറിഞ്ഞുവിടാം. ഏതായാലും പട്ടയം കിട്ടിയൊക്കെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ഒരു 4 ഏക്കറും പിന്നെ ഒരു 6 ഏക്കറുമാണ്. അങ്ങനെ സെൻറ്റിനൊരു 2 ലക്ഷം രൂപ ലാസ്റ്റ് ഫൈനലാക്കി ഉറപ്പിച്ച് തരാം. പിന്നെ ക്ലയൻറ്റായിട്ട് വന്ന് ഡയറക്റ്റ് ജെന്യൂൻ പാർട്ടിയൊക്കെ ഇടുന്ന ടേബിൾ ടോക്ക് വരുമ്പോൾ അതിലും പിന്നെ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് വരും. ഇവർ ഫൈനൽ പ്രൈസ് 2 പറഞ്ഞു കഴിഞ്ഞാലും അതിൽ എന്തൊക്കെ ഡിസ്കൗണ്ട് വരും. പിന്നെ നമ്മുടെ കൂടെ വന്ന പാർട്ടി ആ ബോട്ട് തന്നെയായിട്ട് തിരിച്ചു പോകണേ, ആ വള്ളംകളിക്കുള്ള. ഇപ്പോൾ അടുത്തൊരു വള്ളംകളി വരുന്നുണ്ട്. അതിനെന്തോ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നതാണ്. വള്ളംകളിക്ക് മോട്ടർ വയ്ക്കില്ല കേട്ടോ. അതിപ്പോൾ തൽക്കാലം അത് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് വെക്കുന്നൊരു മോട്ടറാണ്. ഓക്കെ, അപ്പോൾ എനിവേ, അപ്പോൾ ആ ഒരു സ്ഥലത്തിന് പറഞ്ഞ വില എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യം നല്ല സ്ഥലമാണ്. റിസോർട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പോകുന്ന വഴിക്ക് നല്ല റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അവിടെ പോകുന്ന വഴിക്ക് ആ ഒരൊറ്റ റിസോർട്ടേ ഞാൻ കണ്ടുള്ളൂ.
അപ്പോൾ ഇവിടെ അടുത്തൊരു റിസോർട്ടിനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ്. സ്ഥലം മുറിച്ചങ്ങനെ കൊടുക്കുന്നില്ല. ഒന്നെങ്കിൽ 4 ഏക്കറായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ 6 ഏക്കറായിട്ട് കൊടുക്കും. ഇത് രണ്ടും ഒരു ചേട്ടൻ്റെയും അനിയൻ്റെയും ഒരൊറ്റ ഫാമിലിയുള്ള ഒരാളുടെ സ്ഥലമാണ്. അവർ സ്ഥലത്തില്ല, അത് നോക്കാനൊക്കെ ആയിട്ട് അവരൊരു വയസ്സായ ഒരു അപ്പച്ചൻ സ്ഥലത്തുണ്ട്. പുള്ളീനാണ് നോക്കാനായി ഏൽപ്പിച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഇപ്പോൾ വീഡിയോ ഷോർട്ടാക്കി വെട്ടി കുറച്ച് ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, വയ്യ. ഇനി വെട്ടാനും കുറയ്ക്കാനൊന്നും ഇല്ല. ആ വീഡിയോ നേരെ എടുത്തു, അങ്ങനെ തന്നെ എടുത്തൊന്ന് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ്. അപ്പോൾ ഞാൻ അതാണ് പറയാൻ പറഞ്ഞത്. അപ്പോൾ ബോട്ടിലെ കുറച്ച് കാഴ്ചകളും അവിടെയുള്ള ഹൗസ് ബോട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം ഞാൻ പറയാം. ഈ ഇതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് വിടട്ടോ. കാശ് കൊടുക്കൊന്നുമില്ലല്ലോ, പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പോരെ, നമുക്കൊക്കെ ഒരു പ്രചോദനമാവട്ടെ. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഈ ബോട്ടുകൾ എന്നൊക്കെ പറഞ്ഞ്, ഇതുപോലുള്ള ബോട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പഴയൊരു ശൈലി കീപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു സെറ്റപ്പിലാണ് വച്ചേക്കുന്നത്. പക്ഷേ സംഭവം ശൈലി അങ്ങനെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളൂ. കറക്റ്റ് അങ്ങനെ പഴയ ഒരു ട്രഡീഷണൽ ലുക്കൊന്നും അല്ല കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ട്രഡീഷണൽ ലുക്കല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുളയുടെ സെറ്റപ്പൊക്കെ വെച്ചിട്ടുള്ളൂ ഇത് മെയ്യുക. ഇത് അങ്ങനെ മുളയുടെ സെറ്റപ്പൊന്നുമില്ല. ഇത് PVC പൈപ്പ് കട്ട് ചെയ്ത് പകുതിയിൽ നിന്ന് കട്ടാക്കിയിട്ട് അത് മുള പോലെ ആക്കി അങ്ങനെയുള്ള സെറ്റപ്പിലാണ് ഇവർ ഈ ബോട്ട് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, ഇൻസൈഡിൽ നിന്ന് കാണുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇൻസൈഡിൽ നിന്ന് കാണുമ്പോൾ കറക്റ്റ് ഈ പായ പോലെ നെയ്ത് എല്ലാം സെറ്റപ്പാണ്. ഈ പുറത്തുനിന്ന് കാണുമ്പോഴാണ് ഈ മുളയുടെ പോലെ തോന്നുക. ഓക്കെ, ഇൻസൈഡ് മറ്റേ സ്റ്റീലിൻ്റെ പട്ടയൊക്കെ വെച്ച് അടിച്ച് അതിൻ്റെ മുകളിൽ പായ പോലെ നെയ്ത് അത് ഇതുപോലെ ഫിറ്റാക്കിയിട്ട് അതിൻ്റെ പുറത്തൊക്കെ വയ്ക്കുമ്പോൾ ഒരു മുളയുടെ സെറ്റപ്പിൽ വയ്ക്കാം. ഓക്കെ, അങ്ങനെ. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എന്തായാലും ആ റണ്ണിങ്ങിൽ മറ്റേ കായലിലോട്ടുള്ള യാത്രയും പരിപാടിയൊക്കെ കാണാം, ആ സ്ഥലവും ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ മക്കളെ, അതേ കസ്റ്റമറൊക്കെ എത്തി. അവർ വേറെ ഹൗസ് ബോട്ടിലുണ്ട്. നമ്മളും വേറെ ഒന്നിലുണ്ട്, ബ്രോക്കർമാരും ആൾക്കാരൊക്കെ ഉണ്ട്. പുള്ളി ഇത് സ്ഥലം നോക്കാൻ വന്ന വേറെ ക്ലൈൻറ്റാണ് കേട്ടോ. പുള്ളിയൊക്കെ നോക്കണ്ട, പുള്ളി വേറെ സെറ്റപ്പിലെ ക്ലൈൻറ്റാണ്. പുള്ളിയുടെ ബോസിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥലം നോക്കാൻ വന്നത്. പുള്ളി ചെന്നൈയിൽ നിന്ന് വന്നതാണ്. ഇവർ വിലയൊക്കെ പറഞ്ഞ് നേരെ പകുതിയിലും താഴെയായി കഴിഞ്ഞപ്പോൾ അവർ വിട്ടതാണ്, ക്ലൈൻറ്റ് വിട്ടതാണ്. ഇവരല്ല, സ്ഥലത്തിൻ്റെ ഓണർ വിട്ടതാണ്. ഈ പോകുന്ന വഴിക്ക് ഒരുപാട് ഹൗസ് ബോട്ടുണ്ട് കേട്ടോ. ഹൗസ് ബോട്ട് ഒരുപാടെണ്ണം പാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാടെണ്ണം ലൈനിലുണ്ട്. എണ്ണ നിന്ന് കഴിഞ്ഞാൽ ഒരു 10-250 ഉണ്ടാവും. കായലിൻ്റെ നടുക്കോട്ടങ്ങ് കയറി കഴിഞ്ഞാൽ പൊന്നു മക്കളെ ഹൗസ് ബോട്ടുകളുടെ കളിയാണ്. ഇത്രേ വേണ്ട സ്ഥലം കിടന്നിട്ട് ഒരുത്തൻ കടുവട്ടം കൊണ്ടുപോയിട്ട് വളയ്ക്കാൻ ഇട്ടേക്കണ നോക്കി. നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ എന്തൊക്കെയോ പറയുന്നുണ്ട് കൂടെ. കടുവട്ടം കൊണ്ടുപോയിട്ടാണോ ബോട്ട് വളയ്ക്കുന്നത് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. എനിവേ, അതങ്ങനെ നിൽക്കട്ടെ. അവർ നമ്മുടെ ക്ലയൻസും ആൾക്കാരൊക്കെ മറ്റേ വേറെ ഹൗസ് ബോട്ടിലുണ്ട്. ഇത് ഹൗസ് ബോട്ടല്ല, ഇത് ആൾക്കാരൊക്കെ ഒരു സഞ്ചരിക്കുന്നതിന് പേരുണ്ട്, ഞാൻ മറന്നുപോയി. എന്തോ ഒരു പേരുണ്ട്. ഈ ബോട്ടുകൾക്ക് എന്തോ ഒരു പേര് പറയും. ഇത് ആൾക്കാർ മാത്രം കയറി എന്ന് പോകുന്ന ബോട്ടാണ്. ഈ ഇവിടെ നിർത്തിയിട്ടാണ് ഹൗസ് ബോട്ടൊക്കെ 24 മണിക്കൂറത്തേക്ക് 7,000 തൊട്ട് 12,000 രൂപ വരെ ആയിട്ടാണ് ചാർജ്. അതിനകത്ത് AC വരും, LED ലൈറ്റുകൾ വരും, ലേസർ ഷോ പോലുള്ള പരിപാടികളൊക്കെ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോന്നോരോന്നും ചാർജ് മാറും. ഈ 2 നിലയുള്ളതുണ്ട്, 1 നിലയുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 നിലയുള്ളതിനൊക്കെ ഉണ്ട് പെർ ഡേ 7,000 രൂപ അങ്ങനെന്തോണ് ചാർജ്. അതിൽ ഒരു വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് 2:30-3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് 11 മണിക്കാണ് അവർ തിരിച്ച് ഡ്രോപ്പ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. സീസൺ ടൈമിലൊക്കെ സീസൺ ടൈം വെള്ളം കളി ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ 20,000 കൊടുത്താൽ ഇത് കിട്ടില്ല. കാരണം ഇതൊക്കെ ബുക്കഡായിരിക്കും. ഇതിപ്പോൾ ഒരു പരിപാടി ഇല്ലാണ്ട് നടന്ന സമയത്ത് ഞാനിപ്പോൾ പോണ വീഡിയോ കാണിച്ചു തരാം. ഒരു പരിപാടി ഇല്ലാതെ ഇരുന്നിട്ട് പോലും ഏകദേശം 10-100-150 എണ്ണം കായലിൽ കിടന്ന് ഓടണ്ട് വിത്ത് ആൾക്കാരൊക്കെ ആയിട്ട്. ഓക്കെ, ഒരുപാട് ഫാമിലിയും പുറത്തുനിന്നുള്ളവരും എല്ലാവരും സ്ഥലക്കച്ചവടത്തിന് വന്നേക്കണമല്ല, വെറുതെ ഹൗസ് ബോട്ടിലും താമസിക്കാമെന്ന് ഓർത്ത് വന്നേക്കുന്ന. എന്നാൽ ഈ അളിയൻ്റെ കാര്യം ആലോചിച്ച് നോക്കി. കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 ഫുട്ബോൾ സ്റ്റേഡിയത്തിനുള്ള സ്ഥലമുണ്ട്. അത് പോരാണ്ട് പുള്ളി ഈ ചെറിയ കനാലിൻ്റെ ഈ വക്കത്തിട്ട് കടുവട്ടമിട്ട് പുള്ളി തിരിക്കാൻ നോക്കാം കേട്ടോ. നോക്കാം, ഡ്രൈവറിന് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. ഡ്രൈവർ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. സൈഡാക്കി തരുന്നുണ്ട്.
ഈ സാധനം നേരെ തിരിക്കാൻ നേരത്തുണ്ടല്ലോ, അങ്ങോട്ട് കടുവട്ടം വച്ചുകൊണ്ട് തിരിച്ചോടി ആ വേറെ പിന്നെ ഒരു ഈച്ച പോലും ആ വഴിക്ക് പോകാൻ പറ്റുന്ന സെറ്റപ്പായി പോയി. പുള്ളി ബാക്കൊക്കെ ഇട്ട് ശരിയാക്കി എടുക്കുന്നുണ്ട്. ശരി, റണ്ണിങ്ങിൽ നമുക്ക് ഈ കായലിൻ്റെ സെൻട്രൽ ഭാഗമൊക്കെ കാണാം. അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്നുള്ളത്. ഓക്കെ, ഇത് ബോട്ടിലെ കിളിയാണ് കേട്ടോ, ആ നിൽക്കിട്ട ചെക്കൻ. നല്ല കമ്പനിയാണ്, ആൾ അടിപൊളിയാണ്. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉച്ചക്ക് കരിമീൻ ഫ്രൈയും അതും ഇതും, പിന്നെ ഒരു കള്ള് ഷാപ്പും, പിന്നെ ഒരു ഫ്രഞ്ച് റെസ്റ്റോറൻറ്റ്, പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ കൊണ്ടുപോയിട്ടോ. ഞങ്ങളിവിടെ ഇന്നലെ എത്തിയതാണ്. ഇത് ഇന്നലത്തെ ഒരു ഓട്ടം കഴിഞ്ഞ് വന്ന് കിടക്കുന്ന ഒരു ഹൗസ് ബോട്ടാണ്. ഹൗസ് ബോട്ടുകൾ കാണാൻ തുടങ്ങിയ പിന്നെ ബോട്ടുകളുടെ തന്നെ അയ്യർ കളിയായിരിക്കും. ഇവിടെയുള്ള എല്ലാവർക്കും ഈ കൂടുതലും ആൾക്കാർക്ക് ബോട്ടിലാണ് പണി. ബോട്ടിൽ പണി എന്ന് പറഞ്ഞാൽ ബോട്ടിൻ്റെ മെയിൻ്റെനൻസ് ഉണ്ട്, ബോട്ടിനകത്തുള്ള മെയിൻ്റെനൻസ് ഉണ്ട്, ഈ ബോട്ടിൻ്റെ എൻജിൻ വർക്കുകൾ, ബോട്ടിൻ്റെ മേളിലുള്ള ആ മാറ്റ്, അങ്ങനെയുള്ള പരിപാടികൾ. പിന്നെ ഈ ഹൗസ് ബോട്ട് ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലത്ത് നിർത്തി കൊടുക്കുമല്ലോ, അവിടെ ഉണ്ടാകുന്ന ചെറിയ കച്ചവടങ്ങൾ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഈ ഏരിയയിൽ ആകെ ഒരൊറ്റൊരു റിസോർട്ടും പരിപാടികളേ ഉള്ളൂ. അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാം. വീഡിയോയുടെ അവസാനം ആ റിസോർട്ട് വരുന്നുണ്ട്. കാരണം ഇത് പോയി ഒരു സ്ഥലത്തോടെ റൗണ്ട് അടിച്ചാൽ വരാം, നമ്മൾ പോയ വഴിക്കോട്ടെല്ലാം തിരിച്ചു വരാം. ഓക്കെ, ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് കയറുമ്പോൾ നല്ല ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു 1-2 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് കയറി കൊണ്ട് ബോറായി പോകും. കാരണം പിന്നെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചാൽ എന്ത് പാട്ടൊക്കെ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ വെള്ളം കാണാനും വെള്ളം കണ്ടിരിക്കാനൊക്കെ 1-2 മണിക്കൂറത്തേക്കും ബോറാവും. പിന്നെ എല്ലാ ഹൗസ് ബോട്ടിലും മറ്റേ ചൂണ്ടിടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാവും, നമുക്ക് മീൻ പിടിക്കാം. അല്ലാതെ തന്നെ ഇവരുടെ തന്നെ വലിയൊരു മെനു ഉണ്ട്. ആ മെനുവിൽ ഈ പറഞ്ഞ കരിമീനും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. രാത്രി ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. അത്യാവശ്യം മദ്യപാനവും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതിനുള്ള സൗകര്യമുണ്ട്. രാത്രി ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാൽ ബോട്ട് കരയിലേക്ക് അടുപ്പിക്കും. കരയിലേക്ക് അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ റൂളൊക്കെ ചേഞ്ച് ആയിട്ട് കാരണം കൊണ്ട് പണ്ടത്തെ പോലെ കാലിൻ്റെ നടുക്കിട്ട് നിർത്തി വയ്ക്കില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനായിട്ട് പെട്ടെന്ന് ഇനി അതിൻ്റേതായ ടീമുകളും റെസ്ക്യൂ ടീമൊക്കെ വരാനൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ രാത്രി ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ദിവസത്തേക്ക് എടുക്കുമെന്ന് പറഞ്ഞല്ലോ, 24 ഹവേഴ്സിനാണ്. പക്ഷേ രാത്രി കിടക്കാറുള്ള ഒരു സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ട് ഏതെങ്കിലും ഒരു കരയിലേക്ക് നീക്കിയിടണം. എന്നിട്ട് പിന്നെ കാലത്ത് വീണ്ടും അടുത്തെടുത്ത് പിന്നെ വീണ്ടും സെൻട്രലോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞാൽ കടൽ പോലെയുണ്ട്. അതിങ്ങനെ അങ്ങ് തീരുമൊന്നുമില്ല, അത് ഒരുപാടുണ്ട്. ഇതിപ്പോൾ ഈ 2 സൈഡിലും കാണുന്ന തെങ്ങും തോപ്പൊക്കെ മാറി പിന്നെ ഇവിടെ ഒരു അജാനബാഹുവ സ്ഥലത്തോട്ട് നമ്മൾ ഈ പോകാൻ പോകണം. കടൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണില്ല, അത്രയും ഏരിയ ഉണ്ട്. ഈ സൈഡിൽ കിടക്കുന്ന ബോട്ടുകൾ ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട്. അതൊക്കെ ഒരു ദിവസം റണ്ണിങ് പോയിട്ട് പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള ഫുഡുകളും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനും മെയിൻ്റെനൻസിനൊക്കെ ആയിട്ട് വന്ന് കിടക്കണതാണ്. നമ്മളങ്ങോട്ട് കായലിലേക്കാണ്ട് ചെന്ന് കഴിയുമ്പോൾ കാണാം എത്ര എണ്ണാണെന്നറിയോ. നമ്മുടെ ക്ലയൻറ്റ് വന്ന ഹൗസ് ബോട്ട്, ക്ലയൻറ്റ് നമ്മുടെ കൂടെ വന്നിട്ടില്ല, ക്ലയൻറ്റ് ഉള്ള ഹൗസ് ബോട്ട് കായലിൻ്റെ നടുക്കുണ്ട്. ആ ഏരിയ എത്തുമ്പോൾ നമ്മുടെ ഡ്രൈവറിനറിയാം ഇവന്മാരെവിടെയാണ് കിടക്കണമെന്നുള്ളത്. ഇവർ ആ ഹൗസ് ബോട്ടിൽ ഡ്രൈവർമാരെ വിളിച്ച് പറഞ്ഞ് ഇവരാ വരുന്ന ഏരിയയിലേക്ക് വരുള്ളൂ. ഓരോ സ്ഥലത്തിനും ഓരോ പേരാണ്, ഓരോ മുക്കിനും ഓരോ നമ്പറും സെറ്റപ്പൊക്കെ ഉണ്ട്. അത് ഈ ഡ്രൈവർമാർക്കറിയാം, ബോട്ട് ഡ്രൈവർമാർക്കറിയാം എന്താണ് അവിടെ പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതേ കണ്ടോ, 2 AC ഒക്കെ ഇരിക്കണുണ്ടോ. ഇത് സിംഗിളാണ് കേട്ടോ, ഒരൊറ്റ നിലയുള്ളൂ. 2 നിലയുള്ളതുണ്ട്. ഏകദേശം 10-25 പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയ സെറ്റപ്പ് ഉള്ളത് വരുന്നുണ്ട്. ഇതിനകത്ത് 8 പേരെ എന്തൊക്കെ പറ്റുള്ളൂ. ഇത് 2 ബെഡ്റൂമുള്ളൂ. 4 പേര് വെച്ചിട്ട് 8 പേർക്ക് കിടക്കാൻ പറ്റുള്ളൂ. ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്, ഡൈനിങ് ടേബിളുണ്ട്, ഡാൻസ് ചെയ്യാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ 2-3 ഫിഷിംഗ് റാഡുകളുണ്ടാവും. മീൻ പിടിക്കാനുള്ള ചെറിയ ചെമ്മീനും അതിനുള്ള ഐറ്റംസും മാവ് കുഴച്ചതൊക്കെ അവർ തന്നെ സെറ്റാക്കി തരും. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, ഇടയ്ക്ക് കിട്ടും ഇടയ്ക്ക് കിട്ടില്ല. പിന്നെ ഒരു യാത്രയിലൊക്കെ പോകുമ്പോൾ ഒരു രസം. അല്ലെങ്കിലും ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോയി ചൂടാന്നുള്ളതല്ലല്ലോ. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് ഇരിക്കാമെന്നുള്ളൂ. ഞങ്ങളിടയ്ക്ക് പോകാറുള്ളതാണ് കേട്ടോ, ഗൾഫിൽ പോകാറുള്ളതാണ്. ഞാൻ എന്താ ബേറിലേക്ക് വന്നപ്പോൾ എൻ്റെ റാഡും പരിപാടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. നോക്കട്ടെ, ഇവിടെ എത്തിയിട്ട് മുള്ളാൻ നമ്മൾ നേരം കിട്ടിയിട്ടില്ല. എന്നിട്ട് വെള്ളിയാഴ്ചയും ജോലിയുണ്ട്, ശനിയാഴ്ചയും സാറിന് വെള്ളിയും ശനിയും ഉണ്ട് ഗൾഫിൽ അവധി. ഇവിടെ വെള്ളിയാഴ്ചയും ജോലിയുണ്ട്, ശനിയാഴ്ചയും ജോലിയുണ്ട്. അത് കാരണം കൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും ഇടയ്ക്ക് ചില വെള്ളിയാഴ്ചകളിലൊക്കെ ലീവ് വരും. ആ സമയത്ത് നമുക്കൊരു ഫിഷിങ്ങിൻ്റെ പരിപാടി ചെയ്യാം. എന്നോട് ചോദിച്ചു കേട്ടോ, ഒരുപാട് പേര് ചോദിച്ചു എന്താ ചേട്ടാ ട്രേഡിങ്ങിൻ്റെ പരിപാടിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു. അതിൽ 2-3 കാര്യങ്ങളുള്ളത്. ഇപ്പോൾ
ട്രേഡിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ ആ കടി പോകും. ഒന്നാമത് എൻ്റെ NRO അക്കൗണ്ടാണ്. ഗൾഫിൽ നിന്ന് ട്രേഡിങ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് NRO അക്കൗണ്ടിലായിരിക്കണം. NRO അക്കൗണ്ടാണ്. അപ്പോൾ അതിൽ ഒരുപാട് കാശ് ടാക്സും ഇതൊക്കെ ആയിട്ട് പോകും. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം ഡൗണാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ മാർക്കറ്റൊക്കെ ആകെ ഇടിഞ്ഞ് തവിടിയായിരിക്കാം. സത്യം പറഞ്ഞാൽ ഇടിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. ഒരുപാട് സ്റ്റോക്കുകൾ വാങ്ങിച്ചു വയ്ക്കാം. അത് ഭയങ്കര പ്രോഫിറ്റുള്ള പരിപാടിയാണ്. കാരണം ഇപ്പം നല്ല ഇടിവിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് ഒന്ന് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാശ് ആരെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ മുകളിലോട്ട് കയറും. ഞാൻ നേരത്തെ പറഞ്ഞ കൂടാരം ഉണ്ടാക്കുന്ന പറ്റിയ ട്രഡീഷണൽ സെറ്റപ്പ് ഉണ്ടല്ലോ, അതാണ് സത്യം പറഞ്ഞാൽ. ഇതൊക്കെ മുളയുടെ ആട്ടോ വരണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് PVC പൈപ്പ് കട്ട് ചെയ്തിട്ട് വെച്ചേനെ കണ്ടോ. അപ്പോൾ ദൂരേന്ന് നോക്കുമ്പോൾ മുള കട്ട് ചെയ്ത് കയറ് വെച്ച് കെട്ടിയ പോലെ തോന്നും. പക്ഷേ ഇതൊന്നും മുളയല്ല, സെറ്റപ്പും അല്ല. ഇതൊക്കെ PVC പൈപ്പ് വെച്ചിട്ട്, കാരണം ദൂരേന്ന് നോക്കുമ്പോൾ നമുക്കൊരു തോന്നൽ കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെയാണ് ആ ബോട്ടിലെ ഡ്രൈവറും പറഞ്ഞത്. ഇതുണ്ട് 2 നിലയിൽ മേളിൽ അതുകൊണ്ട് കുറച്ച് ഒരു ഈവനിങ്ങിൽ ഒരു സെറ്റപ്പിൽ കുറച്ച് നേരം ഇരിക്കാനും 2 അടിച്ചിരുന്ന് കഥകളൊക്കെ പറയാനുള്ള സെറ്റപ്പ്, താഴെ ഉറങ്ങാനുള്ള സെറ്റപ്പ്, അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെയാണ്. ഓക്കെ. ഈ 1 ഇഞ്ച് 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് കട്ട് ചെയ്തിട്ട് നേരെ എല്ലാ മാറ്റിൻ്റെ മേളിൽ വിരിച്ച് അവിടെ കെട്ടി. ഈ റോഡ്സ് ഈ വെള്ളത്തിൽ തന്നെയാണ് ഈ ആൾക്കാർ കുളിക്കുന്നതും മാത്രമേ ഉള്ളൂ. കുടിക്കുന്നത് ഈ വെള്ളം കുടിക്കുന്നത് തോന്നല്ല, കാരണം അത്ര അഴുക്ക് പിടിച്ച വെള്ളമാണ്. പിന്നെ വെള്ളം ഇപ്പോൾ ഒരുപാട് പേര് മറ്റേ ഈ ഫിഷിങ്ങിന് മറ്റേ ലൂറൊക്കെ വെച്ചിട്ട് ഒരുപാട് ബോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫിഷിങ്ങിന് പോകുന്നുണ്ട്. ഇത് ഈ ഒരു വളവാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പോകുന്നത് അജാന ബാഹുവായ ഒരു കായലാണ്. അവിടെ നിന്ന് വളവുണ്ടല്ലോ, ആ വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പോകുന്ന അജാന ബാഹുവായ അവിടെ ഏതോ ചേച്ചിമാരൊക്കെ അലക്കുന്നുണ്ട്. പിന്നെ ഈ ബോട്ടുകളൊക്കെ നിർത്തുന്ന സ്ഥലത്ത് ഒരുപാട് ചെറുകിട പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കള്ള് ഷാപ്പുകളുണ്ട്, പിന്നെ ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട്, പിന്നെ ഈ സീ ഫുഡ് കഴിക്കാൻ പറ്റിയ സെറ്റപ്പുകളുണ്ട്. ഇതൊക്കെ ചെറിയ മീൻ പിടിക്കാൻ വന്ന വഞ്ചികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ വളവാണ്ട് കഴിഞ്ഞാൽ പൊന്നു മക്കളെ പിന്നെ കണ്ണ് കാണില്ല. കടൽ പോലെ നീണ്ടു നിവർന്ന് കിടക്കുക. നല്ല ഏരിയയാണ്, നല്ല സൗകര്യവും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വെള്ളം മാത്രം കാണാൻ വന്നവർക്ക് പെട്ടെന്ന് ബോറടിക്കും. കാരണം കുറച്ചെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മൾ കിടന്ന സ്ഥലത്തുനിന്ന് ഇവിടെ എത്താനായിട്ട് തന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ പിടിക്കും. ഞാൻ കുറച്ച് വീഡിയോസ് നേരത്തെ വീഡിയോ എടുത്തപ്പോഴേ കട്ട് ചെയ്ത് കയറ്റിയതുകൊണ്ടാണ് സംസാരിച്ചത് പെട്ടെന്ന് എത്തിയ കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്തൊന്നും എത്തൂല. എനിവേ, പിന്നെ വേറൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങിൻ്റെ അവസ്ഥ അതിനി ഒരു ജനുവരി അവസാനമാട്ടെ. ജനുവരി അവസാനമാകുമ്പോൾ ആ മാസം സാലറിയൊക്കെ വാങ്ങിച്ചിട്ട് വേണം ചെയ്യാൻ. എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് വലിയൊരു റിസോർട്ടിൻ്റെ സെറ്റപ്പാണ് കേട്ടോ. പക്ഷേ അതിപ്പോൾ കാണിക്കുന്നില്ല, തിരിച്ചു വരുമ്പോൾ കാണിക്കണം. തിരിച്ചു വരുമ്പോൾ അതിനോട് ചേർന്നവരുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ആകെ ഉള്ള ഒരു റിസോർട്ട് ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ പോകുന്ന അപ്പുറത്തെ കരയിലേക്കാണ്. ഇപ്പം നേരെ കാണുന്ന സെറ്റപ്പൊന്നുമല്ല, അപ്പുറത്തെ കരയിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതുപോലെ റിസോർട്ട് ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെയാണ്. പക്ഷേ റിസോർട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കൺസ്ട്രക്ഷൻ്റെ ചാർജ് പോരാ, മെറ്റീരിയൽസ് അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നല്ല ചാർജ് വരും. സെൻറ്റിന് 2.25 പറഞ്ഞിട്ട് അയാൾ ലാസ്റ്റ് 2 രൂപയാണ് പറഞ്ഞത്. പക്ഷേ ഒരു ഫൈനൽ ടോക്കനൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കുറയ്ക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയുള്ള റിസോർട്ടിനൊന്നും മറ്റേ ജെറ്റ് സ്കിയോ സ്പീഡ് ബോട്ട് അല്ലാണ്ട് പ്രൈവറ്റായിട്ട് കിട്ടുന്നല്ലാണ്ട് ഇവിടെ റിസോർട്ടുകൾക്ക് അങ്ങനെ ജെറ്റ് സ്കിയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഈ റിസോർട്ട് പണിതിട്ട് അതൊക്കെ കൂടി ഇടുകയാണെങ്കിൽ നല്ല പരിപാടിയായിരിക്കും. കാരണം ഇവിടെയുള്ള ഹൗസ് ബോട്ടുകളൊക്കെ തന്നെ ഫുള്ളി ബുക്ക്ഡാണ്. ഇപ്പോൾ പോകുന്ന നോക്കി കാണിച്ചു തരാം. എല്ലാ ഹൗസ് ബോട്ടും കായലിൻ്റെ നടുക്ക് കിടപ്പുണ്ട്. ഒരുപാട് പേര് അതിനകത്ത് കിടപ്പുണ്ട്. അതിനകത്ത് ഏതാണ് നമ്മുടെ ക്ലയൻറ്റ് എന്നുള്ളത് പഠിച്ചോന്നറിയാം. അത് ഇയാൾക്കറിയാം, ബോട്ട് ഡ്രൈവറിനറിയാം, അയാളതനുസരിച്ച് ചെയ്യും. ഈ റിസോർട്ടിൻ്റെ പേര് എനിക്ക് നല്ല ഓർമ്മയുണ്ടായിട്ട് ഞാൻ വിട്ടുപോയതാണ്, ഞാൻ മറന്നുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്വേഷിച്ചറിയാം, കാരണം ആകെ ഒരു റിസോർട്ടേ ഉള്ളൂ. ഇത് കഴിഞ്ഞ മറ്റേ പ്രളയം ആ സെറ്റപ്പിനകത്തൊക്കെ വെള്ളം കയറിയിരുന്നതാണ് കേട്ടോ. വെള്ളം കയറുന്ന സ്ഥലമാണ്. ഓക്കെ, ഇത് ഹൗസ് ബോട്ടാണോ? അല്ല, ഇത് നമ്മൾ പോകുന്ന പോലുള്ള ഒരു വലിയൊരു ബോട്ടാണ്. ഈ ബോട്ടിന് എന്തോ പേര് പറയും, എന്തോന്നാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ശർക്കാരോ ഞാനൊരു പേര് പറയും. ഇത് ഹൗസ് ബോട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ റിസോർട്ട്. തിരിച്ചു വരുമ്പോൾ കുറച്ച് വീഡിയോസ് അതിൻ്റെ എടുക്കാം. ഓക്കെ, ഇവരൊക്കെ ഇന്നലെ പോയേക്കണമെന്നാണ് കേട്ടോ. ഈ ഹൗസ് ബോട്ടിൻ്റെ ആൾക്കാർക്ക് ഇന്നലെ പോയിട്ട് ഇന്ന് തിരിച്ച് റിട്ടേൺ പോണതാണ്.
അതിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷറുണ്ട്, ഒരുപാട് സെറ്റപ്പുകളുണ്ട്. ഈ മറ്റേ ഒരു നീല വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട്, അതൊക്കെ ചെമ്മീൻ കെട്ടുണ്ടോ, അതൊക്കെ ഈ റിസോർട്ടിൻ്റെ വക സെറ്റപ്പുകളാണ്. അവരുടെ മീൻ പിടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പായിട്ട് ഉപയോഗിക്കുന്ന പരിപാടികളാണ്. കരിമീൻ്റെ കൃഷിയാണെന്നൊക്കെ പറയുന്നു. നേരെ അങ്ങേയറ്റത്ത് നോക്കി, അങ്ങേയറ്റത്ത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബോട്ടാണെങ്കിൽ പതിയെ പോളും, ഡബിൾ എഞ്ചിനാണ് പറക്കുന്നൊക്കെ പറഞ്ഞിട്ട് പതിയെ പോളും. ഇതാ കിടക്കുന്നതൊക്കെ ഹൗസ് ബോട്ടുകളാണ്. അതൊക്കെ ഇനി തിരിച്ച് റിട്ടേൺ പോവും, കാരണം അവരുടെ സമയമായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു 11 മണിയാകുമ്പോൾ തിരിച്ച് റിട്ടേൺ ആക്കും. അതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കാരണം ഇപ്പം എല്ലാം കൂടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനും കയറാനും സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്യണതാണ്. ഞാൻ അങ്ങേ അറ്റത്തുനിന്ന് പോലും കാണിച്ചില്ലേ, ഇവിടെ നിന്നല്ല, അങ്ങേ അറ്റത്തുനിന്ന് പോയിട്ട് ഇതിൻ്റെ അങ്ങേ അറ്റം ഏകദേശം 10-16 ഏക്കറോളം ഉണ്ട് കേട്ടോ ഈ റിസോർട്ടിരിക്കുന്ന സ്ഥലം. മറ്റേ നീല വല വെച്ച് അപ്പുറത്തോട്ട് കെട്ടിയണൊക്കെ അവരുടെ ഏതാണ്ട് എന്തോ ഫിഷിങ്ങിൻ്റെ ചെറിയ ചെമ്മീൻ കെട്ടോ കരിമീൻ കൃഷി അങ്ങനെ എന്തൊക്കെയോ നടത്തുന്നുണ്ട്. അതാണ് അവിടെ ആ ഒരു കെട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, അവർക്ക് ഈ സ്പീഡ് ബോട്ടും ജെറ്റ് സ്കീം പരിപാടികളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ സ്പീഡ് ബോട്ട് പ്രൈവറ്റ് ആയിട്ടുള്ളതുണ്ട്, അല്ലാതെ ഇതായിട്ടുള്ളതില്ല. പിന്നെ വേറെ ഉണ്ടല്ലോ, ഈ കായലിൻ്റെ നടുക്ക് വലിയൊരു ചപ്പുണ്ട്. ചപ്പെന്ന് പറഞ്ഞാൽ വെള്ളത്തിന് മേളിൽ പൊങ്ങി കിടന്ന ചപ്പാണ്, പക്ഷെ അത് മുങ്ങി പോകുന്നില്ല. അതിനകത്ത് ഈ ആൾക്കാർ ഒരുപാട് പേര് പശുക്കൾക്കുള്ള പുല്ല് വെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. കാരണം അത്രയും ആ ചപ്പിന് അത്രയും പവറുണ്ട്. മറ്റേ 4-5 പേര് കയറുന്നാലും മുങ്ങിയൊന്നും പോകില്ല. അവിടെ നിന്ന് ആൾക്കാർ പുല്ലൊക്കെ വെട്ടുന്നുണ്ട്, പോണ വഴിക്ക് കാണാം. നേരെ പോണ സാധനം കണ്ടോ, അതിനകത്ത് നമ്മളുടെ ഒരു ക്ലയൻ്റ് ഉണ്ട്. അതല്ലാണ്ട് ഒരുത്തനും കൂടി ഉണ്ട്. അതെങ്ങടെ പോയെന്നുള്ള അറിയില്ല, അത് ഈ നമ്മുടെ ബോട്ടുകാരനെ അറിയാവുള്ളൂ. അതങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാമെന്നാണ് പറഞ്ഞത്. എനിവേ, നിങ്ങൾ എന്തായാലും സ്ഥലം കാണാനാണല്ലോ നിൽക്കുന്നത്. ഞാൻ ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. സ്ഥലത്ത് ഈ പറഞ്ഞ ഒരുപാട് തെങ്ങുകളുണ്ട്, വേറെ 1-2 ചെറിയ പേരമരമൊന്നും കാര്യമാക്കണ്ട. അതുകൊണ്ട് 10 രൂപ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനകത്തൊന്നും വലുതായിട്ട് ഞാനൊന്നും കണ്ടില്ല. ഒക്കെ ശോഷിച്ചായിരുന്നു. തെങ്ങൊക്കെ പുതിയത് വച്ചേക്കുന്ന തെങ്ങാണ്. പിന്നെ അവിടെ ഒരു പഴഞ്ചൻ വീടുണ്ട്. വീട് തേച്ചിട്ടൊന്നുമില്ല, ഇഷ്ടിയൊക്കെ വെച്ച് ചെയ്തുകൊണ്ട് വീടുണ്ട്. വേറെ അല്ലാതെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരാളവിടെ നിൽക്കണുണ്ടോ, അതൊക്കെ പുല്ല് വെട്ടാൻ നിൽക്കണുണ്ടോ. പുല്ല് വെട്ടി ആ വഞ്ചിയിലാക്കിയിട്ട് എടുത്തുകൊണ്ട് വരിക. ആ ചപ്പിന് അത്രയും പവർ ഉണ്ടെന്നുള്ള മുങ്ങിപ്പോവില്ല. അതുപോലെ 3-4 സ്ഥലത്ത് ആൾക്കാർ അവിടെ ഇവിടേക്ക് ഇടുന്ന് പുല്ല് വെട്ടുന്നുണ്ട്. ആ റിസോർട്ട് ഏരിയ കഴിഞ്ഞു. ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഐഫോണിലാണ് കേട്ടോ. അത് പറഞ്ഞിട്ട് അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഫോണിൽ കൂടെ നോക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ട്. ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ അവസ്ഥ എന്നുള്ള അറിയില്ല. നമുക്ക് നോക്കാം. ഇടവേ കാണുമ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടട്ടോ. സാധാരണ പശുക്കൾക്ക് കരയിലുള്ള പുല്ല്, ഇത് ഇവർ കായലിൽ വന്ന് അതൊക്കെ വെട്ടിക്കൊടുക്കണമെന്ന് തോന്നുന്നു. പുല്ല് മാത്രമേ വെട്ടുന്നുള്ളൂ. പുല്ല് വെട്ടി ആ വഞ്ചിയിലാക്കിയിട്ട് ഇട്ടുകൊണ്ട് പോകും. ആ ചപ്പിന് അത്രയും പവറുള്ള കാരണം കൊണ്ട് ആൾക്കാർ മുങ്ങി താഴില്ല. പിന്നെ ഇവിടെ പാരമ്പര്യമായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഈ പണിക്ക് വരാറുള്ളൂ, വേറെ ആരും വരാറില്ല. സ്വന്തമായിട്ട് വഞ്ചി സെറ്റപ്പൊക്കെ വേണം. പിന്നെ ഒരുപാട് ഫൈബർ ബോട്ടുകളുണ്ട്. പിന്നെ പ്രൈവറ്റായിട്ട് കുറച്ച് സ്പീഡ് ബോട്ടുകളൊക്കെ ഉണ്ട്. റണ്ണിങ്ങിൽ ഞാൻ കാണിച്ചു തരാം. വേണ്ട വേറൊരു വഞ്ചി നിർത്തിയിട്ട് അവിടെ ഒരാൾ ഇറങ്ങിയപ്പോണ്ട്. അതൊക്കെ പുല്ല് വെട്ടാൻ നിൽക്കുന്നതാണ്. ഈ ചപ്പ് ഇന്ന് കാണുന്ന സ്ഥലത്തായിരിക്കില്ല കേട്ടോ ചിലപ്പോൾ നാളെ കാണുന്നത്. പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അനങ്ങാൻ മീൻസ് പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കും. ഏതായാലും ഇതുള്ളത് കൊണ്ട് ഈ ഹൗസിംഗ് ബോട്ടുകാർക്കൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് വരാനും അതിനൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട്. ഇതൊന്നും അല്ല കേട്ടോ. ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ കിടക്കുക. ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഒന്ന് സെൻട്രലിൽ എത്തിക്കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ ചുറ്റിനും ഹൗസ് ബോട്ടുകളായിരുന്നു. നോക്കട്ടെ, അത് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താം. ഓക്കെ, ഇത്രയും വലിയ നാട്ടിൽ കരയിൽ പുല്ലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യല്ലേ? ചിലപ്പോൾ കരയിൽ പുല്ലുണ്ടാവും. ഇതിപ്പോൾ ഇവർക്ക് ഇവിടെ കുറച്ചിപ്പോൾ കൂടുതൽ പുല്ലുള്ളതുകൊണ്ട് വെട്ടാൻ വരുന്ന എന്തെങ്കിലും സെറ്റപ്പുകളൊക്കെ ആയിരിക്കും, അറിയില്ല. ആ റിസോർട്ട് കഴിഞ്ഞ് ബാക്കി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വേറെ 4-5 പേരുടെ ഉണ്ട്. അതൊന്നും കൊടുക്കാനിട്ടേക്കുന്ന സ്ഥലമല്ല. ഇവിടെ ഇപ്പോൾ കൊടുക്കാനിട്ടേക്കുന്നത് കറക്റ്റ് ഒരു ഐലൻഡാണ്. അതിനകത്ത് വേറെ പുറത്തുനിന്ന് വേറെ വണ്ടികൾക്ക് വരാനോ വേറെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ ഹെലികോപ്റ്റർ വന്നാൽ പോലും ലാൻഡ് ചെയ്യാൻ പറ്റില്ല, ചാടി ഇറങ്ങണ്ടേ.
വഞ്ചിയിൽ ഈ ഹൗസ് ബോട്ടിലോ വഞ്ചിയിലോ മാത്രം അങ്ങോട്ട് പോകാനും വരാനും പറ്റുള്ളൂ. അപ്പോൾ റിസോർട്ടിന് പറ്റിയ നല്ലൊരു ഏരിയയാണ്. പിന്നെ നികത്ത് ഭൂമിയാണ്. നികത്ത് ഭൂമി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ഐലൻഡുകൾക്കൊക്കെ, ഈ കായലിൻ്റെ നടുക്കുള്ള ഐലൻഡുകൾക്കൊക്കെ ഈ സർക്കാർ മറ്റേ പട്ടയം കൊടുക്കുന്നത് അങ്ങനെയാണ്. നികത്ത് ഭൂമി എന്ന് പറഞ്ഞിട്ടാണ് പട്ടയം കൊടുക്കുക. ഓക്കെ. പിന്നെ വെള്ളത്തിൽ അങ്ങനെ അധികം വേസ്റ്റുകളോ പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഈ ചപ്പും ചവറുകളോ അങ്ങനെ വലിയ വേസ്റ്റുകളൊക്കെ ആയിരുന്നത് ആദ്യം ഹൗസ് ബോട്ടിലുള്ളവരും പ്രത്യേകം അവരെല്ലാവരും പറയാറുണ്ട്, ഇവിടെ അങ്ങനെ വേസ്റ്റും കയറുന്നുണ്ട്. അവർക്ക് അതിൻ്റേതായ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്, അതിലിടാനേ പാടുള്ളൂ. അവർ അവസാനം ഇറങ്ങി കഴിയുമ്പോൾ അവർ പുറത്തുകൊണ്ടേ കളയിച്ച്, കായലിലൊന്നും കളയില്ല. അതുകൊണ്ട് തന്നെ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഈ മീൻ കൃഷിയും കാര്യങ്ങളൊക്കെ ഇട്ട് ചീത്തയാവില്ല, വെള്ളം ചീത്തയാവില്ല, അങ്ങനെയുള്ള പരിപാടി. ഈ എന്തിനാണോ അങ്ങോട്ട് പോകണേ? അത് നമ്മുടെ ഒരു ക്ലയൻറ്റ് അതിനകത്തുണ്ട് കേട്ടോ. ഓക്കെ, ചിലപ്പോൾ കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം എത്താറായി കഴിഞ്ഞാൽ പിന്നെ ഇത് കായൽ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വട്ടം എനിക്കും വട്ടം. ഈ സ്ഥലം ഒന്ന് കാണണമല്ലോ, സ്ഥലക്കച്ചവടമാണല്ലോ മെയിൻ. ഞാൻ സ്ഥലക്കച്ചവടമായിട്ട് ഇറങ്ങിയൊന്നുമല്ല കേട്ടോ. ഞാനിപ്പോൾ അന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാനാണ് അവരുടെ ഡ്രൈവറായിട്ട് ഞാൻ പോയിരുന്നത്. അവർക്ക് ആ കച്ചവടം നടന്നില്ല. എന്നാൽ പിന്നെ വേറെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് ഓർത്തു. നമുക്ക് ഇതിനകത്ത് വേറെ ബ്രോക്കർമാരായിട്ടുള്ള ടച്ചൊന്നുമില്ല, ഡയറക്റ്റ് ക്ലയൻ്റായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണം കേട്ടോ കൂടെ. ഇനി അങ്ങനെ അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ പ്രകൃതി ഭംഗി കാണിക്കാൻ പറ്റിയ വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ തിരിച്ച് ബഹ്റിനിലെത്തി. ഞാൻ ബഹ്റിനിലെത്തിയിട്ട് 2 ആഴ്ചയായി. നാട്ടിലായിരുന്നപ്പോൾ അങ്ങനെ വെറുതെ വീഡിയോ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. കാരണം ബഹ്റിനിൽ അങ്ങനെ വലിയ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഇല്ലാത്ത കാരണമാണ് ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങി. നാട്ടിലെത്തി പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മുടെ പിള്ളേരുകൾ ഇങ്ങനെ കിടക്കല്ലേ. ഈ റോഡ് അതേ തന്നെ ഞാൻ പറഞ്ഞില്ല, സ്പീഡ് ബോട്ടിൻ്റെ കാര്യം. അവൻ അവിടെ കിടന്ന് വട്ടക്കെട്ട് കറങ്ങും. ചുമ്മാ കൈ നോക്കി കാണിച്ച് 2 കറക്കൊക്കെ കറങ്ങും. കറങ്ങും. നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ അടുത്തുള്ള കറങ്ങുമ്പോൾ ആൾക്കാർക്ക് ഒരു താല്പര്യം വരും. അപ്പോൾ എല്ലാ ഹൗസ് ബോട്ടിൻ്റെ അവിടെയും നമ്മളൊന്ന് കൈപൊക്കി കാണിച്ചു. ആ കൈപൊക്കി കാണിച്ചതിൻ്റെ പേരിൽ പുള്ളി ഒന്ന് കറക്കിയിട്ട് പോകണം കേട്ടോ. വെരി ഗുഡ്. ഇത് നല്ല സ്പീഡിൽ പറക്കൂട്ടോ സാധനം. ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട, നല്ല സ്പീഡിൽ പറക്കും. ഇവന്മാർ എല്ലാ ഹൗസ് ബോട്ടിൻ്റെയും ഫ്രണ്ടിൽ പോയത് ഇങ്ങനെ കറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മറ്റേ ഹൗസ് ബോട്ടിൻ്റെ അടുത്തോട്ട് പോകണുണ്ടോ, കറങ്ങി കഴിയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യുന്നത് ഈ സ്പീഡ് ബോട്ട് ബുക്ക് ചെയ്യുന്നത് ഈ ഹൗസ് ബോട്ടിൻ്റെ അകത്ത് നിന്ന് തന്നെയാണ് കേട്ടോ. അതിന് പുറത്ത് പോയിട്ട് ഇനി വേറെ ഇതെവിടെയും ലാൻഡ് ചെയ്തിട്ട് പിന്നെ സ്പീഡ് ബോട്ട് ബുക്ക് ചെയ്യുന്നതല്ല. ഇത് എല്ലാ ഹൗസ് ബോട്ടിൻ്റെ അടുത്ത് നിന്ന് കറങ്ങും. അപ്പോൾ ചിലരും കയറും. 2000 രൂപ ഒരു മണിക്കൂറത്തേക്ക്, 2000 രൂപ എന്തോ ആണ്. പക്ഷേ അത് മുതലാണ്. കാരണം ആ 2000 രൂപയ്ക്ക് അവന്മാർ അത്രയും പറപ്പിക്കും. ആ പോകുന്ന സാധനത്തിൽ നമ്മുടെ ക്ലയൻ്റ് ഉണ്ട്. ഒരു ഹൗസ് ബോട്ട് കൂടി ഉണ്ട്. അവൻ സെൻറ്ററിൽ വേറെ എവിടെയോ കിടക്കുന്നുണ്ട്. അത് നമ്മുടെ പുള്ളി ഫോം വിളിച്ച് പറയുമ്പോൾ വരും. നമ്മളുടെ ഏരിയ എത്താറായി. ഞാൻ കുറച്ച് വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്ഥലം എത്തണ വരെ വീഡിയോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം വീഡിയോ എടുക്കേണ്ടി വരും. തെങ്ങും കൃഷിയൊക്കെ ഉണ്ടോ? നമ്മൾ പോകുന്ന സ്ഥലത്തും ഫുള്ള് തെങ്ങുകളാണ് കേട്ടോ. ഫുള്ള് തെങ്ങുകളും കാര്യങ്ങളുമാണുള്ളത്. വരുമാനം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കായലിൻ്റെ അടുത്ത് നടുക്ക് നിൽക്കുന്ന തെങ്ങുകളും എന്ന് വലിയ ആദായം കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നിരുന്നാലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തും ഒരുപാട് തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ഥലം വെറുതെ കിടക്കല്ല. ഒരാളുടെ പേരിൽ 4 ഏക്കറുണ്ട്. മറ്റേ പുള്ളിയുടെ പേരിൽ 6 ഏക്കറുണ്ട്. അത് 4 കൊടുക്കും, 6 കൊടുക്കും. ഓക്കെ. പിന്നെ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നല്ല ചാർജ് വരും. കാരണം ഈ അവിടേക്കുള്ള എല്ലാ മെറ്റീരിയൽസും ഈ വെള്ളത്തിൽ കൂടെ അല്ലാണ്ട് അവിടെ എത്തിക്കാൻ പറ്റില്ല. നേരത്തെ കണ്ട റിസോർട്ടും അങ്ങനെ തന്നെ പണിതാണ് കേട്ടോ. അതിപ്പോൾ സ്ഥലം വാങ്ങിച്ചിടുന്നവന്മാർ അങ്ങനെയുള്ള ആൾക്കാരെ അടിക്കണമല്ലോ. സെൻറ്റിന് 2 ലക്ഷം രൂപ പറയുന്നുണ്ടെങ്കിലും കാര്യത്തോടെടുക്കുമ്പോൾ അതിനുള്ള ഡിസ്കൗണ്ട് കൊടുക്കുമെന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്ത് ആ ഓണറിൻ്റെ അച്ഛനും ഉണ്ട്. ആ ഓണറുടെ സ്ഥലത്തില്ല, പുള്ളിയുടെ അച്ഛനുണ്ട്. പുള്ളിയുടെ അച്ഛനാണ് ഇപ്പോൾ നോക്കിയെടുത്തുന്നത്. പുള്ളിയും അവിടെ തന്നെയാണ് താമസം. ആ ഫ്ലോട്ടിൽ തന്നെയാണ് താമസം. അവിടെ പുള്ളി താമസിക്കാനായിട്ട് പുള്ളിക്ക് ചെറിയൊരു വീടുണ്ട്. അല്ലാതെ തന്നെ ഇഷ്ടികയിൽ പണിത വേറൊരു വീടും കൂടി ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ആളുകൾ കാണുന്നവർക്ക് ഇപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് ഇതിനകത്ത് വേറെ ബ്രോക്കർമാരോ സെറ്റപ്പുകളോ കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് നമ്മൾ ക്ലയൻ്റായിട്ടുള്ള ഇടപാടുകളുള്ളൂ. നേരെ വന്ന് കാണുന്നതും ക്ലയൻറ്റിനെ ആയിരിക്കും കേട്ടോ. അല്ലാതെ അതിനകത്ത് വേറെ സെറ്റപ്പുകളൊന്നുമില്ല. ഇനി ഈ കായൽ കാണിച്ചാൽ നിങ്ങൾ തന്നെ തല്ലും. ഞാൻ സ്ഥലത്തിലേക്ക് വരാം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം കേട്ടോ.
ഇവിടെ ഒരു മരം മറിഞ്ഞു കിടക്കുന്നുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞ പോലെ തെങ്ങും തോപ്പുകൾ പുതിയത് വച്ചതുമുണ്ട് പഴയതുമുണ്ട്. ഇതിങ്ങനെ ചുറ്റിക്കറങ്ങി എടുക്കാനുള്ള സെറ്റപ്പാണ്. ഇതാ ബോട്ടിലെ പയ്യനാണ് കേട്ടോ. ഒരു വയസ്സായ ചേട്ടൻ മുന്നിൽ പോകണുണ്ടോ, ആ പുള്ളിയാണ് ഇതിൻ്റെ ഓണറിൻ്റെ അച്ഛനാണത്. 4 ഏക്കറാണ് പുള്ളിയുടെ ഉള്ളത്. പിന്നെ ഒരു 6 ഏക്കർ പുള്ളിയുടെ ചേട്ടൻ്റെ ഉണ്ട്. ഇപ്പം സൈഡിൽ കണ്ടതാണ്ട് ഈ തേങ്ങ ഇടുന്ന തേങ്ങാപ്പോരയോ അങ്ങനെ എന്തോ സെറ്റപ്പാണ്. ഇവിടെ 1-2 ചെറിയ ചെറിയ ഈ ഇഷ്ടിക കൊണ്ട് പണിത ചെറിയ തേക്കാത്ത വീടുകളൊക്കെ ഉണ്ട്. ഇതെന്നിട്ട് തേങ്ങാപ്പോര എന്തോ ആണ്. നികത്ത് ഭൂമിയാണ് എന്ന് പറഞ്ഞെങ്കിലും ഇതിനകത്ത് ഒരുപാട് കൺസ്ട്രക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലം നികത്താനൊക്കെ ഉണ്ട്. അത് പിന്നെ കായൽ ഏരിയ ആകുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. 2 സൈഡും ഈ കുളം പോലെയൊക്കെ ഉണ്ടാവും. പിന്നെ ഈ റിസോർട്ട് കാര്യങ്ങളിൽ കുറച്ച് ഏരിയ കുളം പോലെ വേണമല്ലോ. ഇത് അവിടെയും ഒരു ഇഷ്ടിക വെച്ചൊരു ചെറിയ വീടുണ്ട്. ഇതെല്ലാം കൊണ്ടുവന്ന് കാണിച്ചെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ കുറച്ചൊക്കെ കാണിച്ചുള്ളൂ. ഏകദേശം സ്ഥലത്തിൻ്റെ ഒരു സ്ട്രക്ചർ കിടക്കുന്നത് ഇങ്ങനെയാണോ, ആ വീട് കണ്ടോ. ഏകദേശം സ്ഥലത്തിൻ്റെ സ്ട്രക്ചർ കിടക്കുന്നത് ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തല്ല. അതിപ്പോൾ മൊത്തമായിട്ട് നമ്മളുടെ ഡ്രോണോ കാര്യങ്ങളൊന്നുമില്ല, അതിനുള്ള സെറ്റപ്പൊന്നും നമ്മുടെ ഇല്ല. ഇത് ആ സ്ഥലം എങ്ങനെയാണെന്നുള്ളത് ആ നടുക്കിൽ കൂടെ പോകുന്ന കുറച്ച് നീളത്തിലുള്ള ഈ 4+6 10 ഏക്കറിൻ്റെ നടുക്കിൽ ചെറിയൊരു തോടുണ്ടെന്ന് പറഞ്ഞില്ല, ചെറിയ തോടാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും ഈ തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഇവർക്ക് ഇതിനകത്ത് തന്നെ ഒരു വഞ്ചിയുണ്ട്. ഈ ചുറ്റും നടന്ന് തെങ്ങിൽ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഇത് അവിടെ നിന്ന് പറക്കിക്കൊണ്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം ഈ വെള്ളത്തിൽ കൂടെ ഒരു വഞ്ചി ഇട്ടിട്ട് ആ വഞ്ചിയിലാണ് ഈ തേങ്ങയൊക്കെ കൊണ്ടുവരാൻ കേട്ടോ. വഞ്ചി അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇയാൾക്ക് തന്നെ ഒരു 8-9 പശുവോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉണ്ടോ ഒക്കെ ഇതിനകത്ത് നിൽക്കുന്നത്. ഇതാ സ്ഥലത്തിൻ്റെ വേറൊരു വ്യൂ ആണ് കേട്ടോ. ആ സ്ഥലത്തിന് ഇതുപോലെ നേരെ ഫ്രണ്ട് സൈഡൊക്കെ ഉള്ളിൽ കാണുന്ന കായലാണ്, വാട്ടർ ഫ്രണ്ടേജ് തന്നെയാണ്. നമ്മൾ ബോട്ട് ഇറങ്ങിയിട്ട് ഇതെങ്ങനെ നടന്നു വന്ന് നേരത്തെ പോയ സ്ഥലത്തൂടെ തന്നെ എൻ്റെ ഇപ്പുറത്തെ സ്ഥലത്തൂടെ നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. എൻ്റെ അപ്പുറം കണ്ട ആ വീടൊക്കെ ഇവിടെ കാണിച്ചു തരാം. ഒരു ഇഷ്ടി കൊണ്ട് വന്ന വീടെന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെള്ളത്തിന് കുറവില്ലല്ലോ, കായലുള്ള കിടക്കണേ. നല്ല രസമുണ്ട് കേട്ടോ കായൽ കണ്ട്. ഞാൻ നേരത്തെ കണ്ണത്താ ദൂരത്തോളം കായലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ദൂരേന്ന് കാണിച്ച മറ്റേ ഇഷ്ടേഡ് പണിത വീടാണ് കേട്ടോ. റൈറ്റ് സൈഡ് കണ്ട ഈ ഒരു സംഭവം. ഇത് എന്തിനാ താമസമൊന്നുമില്ല, അത് ഈ പറഞ്ഞ പോലെ പൊളിച്ച് കളയോ എന്തെങ്കിലും പരിപാടി ചെയ്യാം. ഇതുണ്ടോ ഇവിടെ ഞങ്ങളുടെ നേരെ ഫുള്ള് ഈ സ്ഥലമാണ്. അങ്ങനെയാണ് ഈ മൊത്തം ഈ 10 ഏക്കർ കിടക്കുന്നത്. പിന്നെ ഈ പട്ടയില്ലാത്ത കുറച്ച് ഭൂമിയും ഇതിൻ്റെ 10 ഏക്കർ കഴിഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. അതിനെന്താ വില എന്നുള്ളത് അറിയില്ല, നിസ്സാര വില ഉണ്ടാവുള്ളൂ. വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റൊന്നുമില്ല. അതിനകത്ത് പിന്നെ റിസോർട്ടൊക്കെ പണിയുമ്പോൾ വല്ല എന്തെങ്കിലും പൂന്തോട്ടോ കാര്യങ്ങളോ കൺസ്ട്രക്ഷനൊന്നും ചെയ്യാൻ പറ്റില്ല പട്ടയില്ലാത്ത കാരണം കൊണ്ട്. കൺസ്ട്രക്ഷനുള്ള പെർമിഷൻ കിട്ടുന്നില്ല. പക്ഷേ വല്ല പൂന്തോട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാമെന്നല്ലാതെ വേറൊന്നും അതിനകത്ത് ചെയ്യാനില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ സ്ഥലത്തിൽ കാണാൻ. ഇനി തിരിച്ചു പോകുമ്പോൾ ഞാൻ മറ്റേ റിസോർട്ടിൻ്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഇപ്പോൾ അവിടെ നിലവിൽ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ സൈഡിൽ കൂടെ കണ്ടുകൊണ്ട് പോയ റിസോർട്ട് ഇതാണ്. ഇതുപോലെ പണിതാണ്. ഒരുപാട് കാശ് മുടക്കി കാണണം. സിമെൻറ്റും മണലും കമ്പിയൊക്കെ ഇവിടെ എത്തിക്കണ്ടേ, ഒരുപാട് കാശ് മുടക്കി കാണണം. ലിക്വിഡായിട്ട് കയ്യിൽ കാശുള്ളവർക്ക് സുഖമാണ്. ഇവർക്ക് വേറെ ബോട്ടുകളോ കാര്യങ്ങളോ അങ്ങനെയുള്ള സെറ്റപ്പുകളോ പരിപാടികളൊന്നുമില്ല. ഇത് ഇവിടുന്ന് അതിൻ്റെ തുടക്കം. നമ്മൾ ഇവിടുന്ന് നേരത്തെ ബോട്ടിൽ ഇവിടുന്ന് അങ്ങനെയാണ് പോയത്. ഓക്കെ, ഇതിനകത്താണ്ട് ഈ ചെറിയ ചെറിയ വില്ലകൾ പോലെ 17 വില്ലകളോ എന്തോ അവർ പണിതിട്ടിട്ടുണ്ട്. 17 വില്ലകളുണ്ട്. പിന്നെ വലിയ 2 നില പോലെ ഇതുപോലത്തെ സെറ്റപ്പ് ഉണ്ട്. റിസോർട്ടാകുമ്പോൾ ഒരുപാട് മുറികൾ വരുമല്ലോ. പിന്നെ അതിൽ കൂടെ നടക്കാനും അതിനൊക്കെയായിട്ട് ഒരുപാട് പാസേജും മറ്റേ ഗാർഡനും ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് എല്ലാവരും പറയും. ഒന്ന് രക്ഷപ്പെടുത്തട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് രക്ഷപ്പെടുത്തും. ഓക്കെ, ബൈ.